ഈ ബെഡ്റൂമിൻ്റെ ലേഔട്ട് ഇങ്ങനെയല്ലായിരുന്നു. ലേഔട്ട് പ്രകാരം ഈ ബെഡിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നത് ഇവിടെ ആയിരുന്നു. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാർഡ്രോബിന് സ്പേസ് ഇല്ലാതായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബെഡ് നമ്മൾ ഈ ഏരിയയിലോട്ട് മാറ്റി. സൈഡ് ടേബിൾ നിർബന്ധമായിട്ട് നമുക്ക് വേണം. പക്ഷേ നമ്മുടെ സൈഡ് ടേബിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാക്കിംഗ് സ്പേസ് കുറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലെഡ്ജായിട്ടാണ് ഇവിടെ സൈഡ് ടേബിളിൽ ഒരു പ്രൊവിഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മൂവിങ് ഫോർവേഡ് ഈ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബെഡ് കിടന്നു കഴിഞ്ഞാൽ നേരെ ബാത്റൂമിൻ്റെ ഡോറാണ് നമുക്ക് കാണുന്നത്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടും സ്റ്റോറേജ് സ്പേസ് കൂട്ടാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വാർഡ്രോബ് കൊടുത്തു. നമുക്ക് തുറക്കാം, സാധനങ്ങൾ നമുക്ക് കീപ്പ് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം ഓപ്പണുള്ള ക്ലോസ്ഡ് ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തു. ഒരു പാർട്ടീഷൻ വോള് പോലെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AC പോയിന്റ് നേരെ ഈ ഭാഗത്ത് നിന്ന് നേരെ അങ്ങോട്ടായിരുന്നു. നമ്മളതിനെ റീപൊസിഷൻ ചെയ്തു. കിടക്കുമ്പം കറക്റ്റായിട്ട് AC ത്രോ കിട്ടാൻ വേണ്ടിയിട്ട് AC ഉൾപ്പെടെ നമ്മൾ റീപൊസിഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺസോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ബെഡിൻ്റെ താഴെ തന്നെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന ബെഡ്ഷീറ്റ്സ് മടക്കി വെക്കാനും ഉള്ളൊരു സ്റ്റോറേജ് സ്പേസ് ബെഡിൻ്റെ അടിയിലും കൊടുത്തു. അപ്പുറത്തെ ഭാഗത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഓപ്പണബിൾ ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് മാറ്റി. എന്നിട്ട് ഈ ഭിത്തിയിൽ നമ്മളൊരു ഓപ്പണിങ്, ഒരു ചെറിയ വാർഡ്രോബ് സ്പേസ്, കോസ്മെറ്റിക് ഐറ്റംസും പെർഫ്യൂംസും ഒക്കെ വെക്കാനായിട്ടുള്ള ഡ്രോയർ ഉള്ള ടൈപ്പ് തന്നെ ഒരു കൺസോളും കൊടുത്തു. ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു മൂവിങ് വാർഡ്രോബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളും വെക്കാം. സ്പേസ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള സ്പേസിൻ്റെ കൺസ്ട്രെയിൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും.